അസ്സലാമു അലൈക്കും. ജാസ്മീസ് ഹോം വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു KFC ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാം. ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഞാനിവിടെ അത്യാവശ്യം വലിയ 2 പീസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിൻ്റെ പുറം ഭാഗത്തൊരു കത്തി വെച്ച് നന്നായിട്ടൊന്ന് വരിഞ്ഞു കൊടുക്കുക. നമ്മുടെ ചിക്കൻ്റെ ഉൾഭാഗത്തേക്കൊക്കെ നമ്മുടെ മസാല നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ വരിഞ്ഞു കൊടുക്കുന്നത്. ഇനി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഞാനൊരു പാത്രത്തിലേക്ക് 1 കപ്പ് മൈദപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 കപ്പ് കോൺ പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ വിനാഗിരി അല്ലെങ്കിൽ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു മുട്ട കൂടി ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. പക്ഷേ ഇപ്പോൾ ഒഴിച്ച് കൊടുക്കണ്ട, നമ്മൾ ചിക്കൻ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ചേർത്ത് കൊടുത്താൽ മതി. കാരണം നമ്മുടെ ചിക്കനിലും അത്യാവശ്യം വെള്ളം ഉണ്ടാവും. ഇനി ഞാനിതൊരു മിക്സ് ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് 1/2 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഓട്സ് വെച്ച് കോട്ട് ചെയ്തെടുക്കാം. അതിനായി ഞാനിവിടെ 1 കപ്പ് ഓട്സാണ് എടുത്തിട്ടുള്ളത്. ഈ ഓട്സ് നമ്മൾ പൊടിക്കാൻ പാടില്ല, മൊത്തത്തിലുള്ള ഓട്സാണ് നമുക്കിതിനായിട്ട് എടുക്കേണ്ടത്. ഇനി നമുക്ക് ചിക്കൻ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ആദ്യത്തെ പീസ് ഞാനിവിടെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ രണ്ടാമത്തെ പീസ് നമുക്ക് കോട്ട് ചെയ്തെടുക്കാം. ഫ്ലെയിം ഓണാക്കി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തു. അത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ചിക്കൻ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ വെച്ച് കൊടുക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിലിട്ടുക. അതിനുശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. നമ്മൾ മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ച് കുക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇതിൻ്റെ പുറം ഭാഗം ബ്രൗൺ കളറായി വരും, പക്ഷേ ഉൾഭാഗം നമുക്ക് വെന്ത് കിട്ടില്ല. അപ്പോൾ അത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെയൊക്കെ നമ്മൾ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇത് കുക്കാകുന്നവരെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ ചിക്കൻ ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഈ ഒരു ചിക്കൻ്റെ കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് കറക്റ്റ് 20 മിനിറ്റാണ്. നമ്മുടെ KFC ചിക്കൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.